ഇറാൻ പ്രക്ഷോഭത്തിന് പിന്നിൽ ഇസ്രയേലാണോ അമേരിക്കയാണോ എന്ന ചോദ്യങ്ങൾ ഉയരുന്നതിനിടയിൽ പ്രതിഷേധകർക്കെതിരെ, അതായത് സ്വന്തം ജനതയെ അടിച്ചമർത്താൻ വേണ്ടി ഖൊമേനി ആകട്ടെ വിദേശത്തു നിന്നും പോലും അവിടെ സൈനികരെ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇറാൻ ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭം നടക്കുന്നതുവരെ അവരെ തൂക്കിലേറ്റാൻ പദ്ധതിയില്ല എന്നതായിരുന്നു വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വെളിപ്പെടുത്തിയത്. എന്നാൽ ഈ പശ്ചാത്തലത്തിൽ ചില ഭരണകൂട സേനകൾ സമീപ ദിവസങ്ങളിൽ പ്രതിഷേധകർക്കെതിരെ വെടിയുതിർക്കാൻ വിസമ്മതിച്ചതായി തന്നെ വ്യക്തമാക്കി, അല്ലെങ്കിൽ മറ്റൊരു അവകാശവാദം നടത്തിക്കൊണ്ട് സംഘടനയായ ഹെൻകോവ് ഓർഗനൈസേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ ഉദ്യോഗസ്ഥരെ പിന്നീട് അറസ്റ്റ് ചെയ്തതായിട്ടാണ് സംഘം അവകാശപ്പെട്ടിരിക്കുന്നത്. ഇറാനിലെ പ്രതിഷേധകരിൽ നിന്നുള്ള സ്വീകരണങ്ങൾ അതുപ്രകാരം തന്നെ നിരവധി ഇറാഖി മിലീഷ്യകളും അതുപോലെ ഔദ്യോഗിക അല്ലെങ്കിൽ പോലും സൈനിക ആസ്ഥാനങ്ങൾക്ക് കാവൽ നിൽക്കാൻ വിന്യസിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഇറാനിയൻ പ്രതിപക്ഷ നേതാവായി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ടെഹ്റാനിൽ നിന്നും പുറത്തു വരുന്ന ചില പുതിയ വീഡിയോകൾ സൂചിപ്പിക്കുന്നത് അവിടുത്തെ ആശുപത്രി മോർച്ചറിയിൽ കറുത്ത ബാഗിൽ പൊതിഞ്ഞ മൃതദേഹങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നതായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ തിരയുന്ന ദുഃഖിതരായ ബന്ധുക്കളെയും അവരുടെയും ദൃശ്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ കാണാൻ സാധിക്കുന്നു. അതേസമയം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആകട്ടെ പ്രക്ഷോഭകർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക് നിലനിൽക്കാൻ, അല്ലെങ്കിൽ അത് ഇത്തരത്തിൽ നിലനിൽക്കാൻ അർഹതയില്ലാത്തതാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇത്രയും വർഷം നിലനിൽക്കുന്നതും അതുപോലെ ഇത്രയധികം ആളുകളെ കൊന്നൊടുക്കിയതുമായ ഒരു ഭരണകൂടം അത് നിലനിൽക്കാൻ അർഹതയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മാറ്റങ്ങൾ ഇവിടെ ആവശ്യമാണ്. യൂറോപ്പിലും മാറ്റങ്ങൾ ആവശ്യമാണ്. റഷ്യ ആരംഭിച്ചതും ഇപ്പോഴും നീട്ടിക്കൊണ്ടു പോകുന്നതുമായ രക്തച്ചൊരിച്ചിൽ അത് അവസാനിപ്പിക്കണം എന്നതായിരുന്നു അദ്ദേഹം തൻ്റെ വാക്കുകളിലൂടെ പറഞ്ഞത്. അതേപോലെ തന്നെ ഇറാനിലെ 31 പ്രവിശ്യകളിലായി തന്നെ കുറഞ്ഞത് 614 സ്ഥലങ്ങളിലെങ്കിൽ പോലും അത് വ്യാപിച്ചു കിടക്കുന്ന പ്രതിഷേധങ്ങളിൽ അവിടെ മുല്ലമാർ പോകണം എന്ന ഒരു മുദ്രാവാക്യം, ഭരണമാറ്റത്തിനായുള്ള പരസ്യ ആഹ്വാനങ്ങളും ഇപ്പോൾ സാധാരണമായിരിക്കുകയാണ്. ഖൊമേനി ഭരണകൂടമാകട്ടെ പ്രതിഷേധങ്ങളോട് ക്രൂരമായി തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത് എന്നും വ്യക്തമാകുന്നു. 2600-ലധികം തന്നെ ആളുകൾ കൊല്ലപ്പെടുകയും ഇതുവരെ 20,000-ലധികം പേർ അറസ്റ്റിലാവുകയും ചെയ്തു. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ഏകദേശം 500 മരണസംഖ്യ തിങ്കളാഴ്ച എത്തിയതോടുകൂടി 600 ഉയർന്നു. എന്നാൽ അത് വരും ദിവസങ്ങൾ കഴിയും തോറും 2200 കടന്നു. പിന്നീട് അത് 2600 തന്നെ ഉയരുകയാണ് ഉണ്ടായത്. ലണ്ടൻ ആസ്ഥാനമായുള്ള ഇറാൻ ഇന്റർനാഷണൽ ഈ കണക്ക് വളരെ ഉയർത്തി കാണിക്കുകയും ചെയ്തു. ഏകദേശം 12,000 എന്നതാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. അവസാന കണക്കാകട്ടെ അത് വലിയ രീതിയിൽ അതിശോക്തിപരമായി തന്നെ കണക്കാക്കാനായാൽ പോലും മരണസംഖ്യയിലെ പെട്ടെന്നുള്ള വർധനവ് അയൽ രാജ്യമായ ഇറാഖിൽ നിന്ന് അറബി സംസാരിക്കുന്ന ഷിയ മിലീഷ്യകൾ ഇറാഖിലേക്ക് പ്രവേശിക്കുന്നതായുള്ള റിപ്പോർട്ടുകളുമായി തന്നെ പൊരുത്തപ്പെടുന്നവയാണ്. ഇറാനിലെ ഈ തെരുവുകളിൽ അക്രമം കുത്തനെ തന്നെ വർദ്ധിക്കുന്നതനുസരിച്ച് അവരുടെ വരവ് കണക്കാക്കുന്നുണ്ട്. ഇറാന്റെ സ്വന്തം അർദ്ധസൈനിക വിഭാഗവും സുരക്ഷാ സേനയുമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ്, അതേപോലെ മറ്റ് അനുബന്ധ യൂണിറ്റുകൾ എന്നിവയെല്ലാം തന്നെ ജൂണിൽ 12 ദിവസത്തെ യുദ്ധത്തിലുണ്ടായ കനത്ത നഷ്ടങ്ങളിൽ നിന്ന് 2023 ഒക്ടോബർ 7 ആരംഭിച്ച ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട വിശാലമായ പ്രാദേശിക സംഘർഷത്തിൽ നിന്നും ഇപ്പോഴും കരകയറുന്ന സമയത്താണ് ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ അരങ്ങേറുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.